ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വൈക ദൈവ വിശ്വാസം. അധ്യായം 10. ക്രിസ്തുവിന്റെ പ്രതിബന്ധങ്ങൾ നമ്മുടെയും അഹങ്കാരം, അസൂയ, അത്യാഗ്രഹം, പക എന്നിവ വിഴുങ്ങിയവർ എല്ലാത്തിനെയും തീർച്ചയായും വിലയിടിഞ്ഞതായി മാത്രമേ കാണൂ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, ഭക്തമാർഗ പ്രവേശിക, 3-ാം ഭാഗം, 22:1. യേശുക്രിസ്തു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു. നമ്മുടെ ജീവിതത്തിലെ യാതനകളും വേദനകളും യേശുവിന്റെ പീഡാസഹനങ്ങളോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. യേശു സഹിച്ച അവഗണനകളും തെറ്റിദ്ധാരണകളും ചതികളും നിരവധിയായിരുന്നു. അവയെല്ലാം ഉയർപ്പിന്റെ മഹത്വത്തിലേക്കുള്ള വഴികളായിരുന്നു. മനുഷ്യ ജീവിതത്തിലെ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം തന്നെ ദൈവം നമുക്കായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള നിത്യജീവനിലേക്കുള്ള വഴികളാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്കും പ്രാർത്ഥിച്ച് ആത്മാവിനാൽ നിറഞ്ഞ് അവയെ തരണം ചെയ്ത് ജീവിക്കാം. 1. യേശുവിന്റെ ജനനം മാതാപിതാക്കൾക്ക് വളരെ ടെൻഷനും വേദനയ്ക്കും കാരണമായി. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. മറിയത്തിന്റെ അസ്വസ്ഥതകൾ ഏറെയായിരുന്നു. മത്തായി 1:18 മുതൽ 25 വരെ. ആരെയൊക്കെ ബോധിപ്പിക്കണം? യൗസേപ്പിന്റെ തീരുമാനം എന്തായിരിക്കും? തന്നെ ഉപേക്ഷിക്കുമോ? യൗസേപ്പിന്റെ മനസ്സും കലങ്ങി മറിഞ്ഞു കാണും. പൊതുജനം എങ്ങനെ രണ്ടുപേരെയും വീക്ഷിക്കും? പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? പരിശുദ്ധാത്മാവാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും? മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്ന യൗസേപ്പിന് കിട്ടിയ ദർശനം മൂലം എല്ലാ ടെൻഷനും അവസാനിപ്പിച്ച് ദൈവം പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചു. അപ്പോൾ യേശുവിന്റെ ജനനം ഒരു വലിയ മഹാരഹസ്യമായിരുന്നു. പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ, ആത്മാവിന് വഴങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സന്തോഷവും ഉണ്ടാവും. 2. തൊഴുത്തായി ഉപയോഗിച്ചിരുന്ന ഒരു ഗുഹയായിരുന്നു യേശുവിനെ പ്രസവിക്കുവാൻ വേണ്ടി മറിയത്തിന് കിട്ടിയ സ്ഥലം. ലൂക്ക 2:1 മുതൽ 7 വരെ. യാത്രാവസരത്തിൽ ഒരു സത്രത്തിലും അവർക്ക് സ്ഥലം കിട്ടിയില്ല. തൊഴുത്തിൽ വെച്ച് പ്രസവിച്ച ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടിയിൽ കിടത്തി. മറിയത്തിന് അറിയാമായിരുന്നു താൻ പ്രസവിച്ച കുഞ്ഞ് ദൈവമായിരുന്നുവെന്ന്. പുൽത്തൊട്ടിയിൽ ജനിക്കുവാനുള്ള ഭാഗ്യമാണ് യേശുവിന് ലഭിച്ചത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ശിശുവിനും അമ്മയ്ക്കും കിട്ടുന്ന സൗകര്യങ്ങൾ ഒന്നോർക്കുക. നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ. 3. സാമ്പത്തിക ഭദ്രത കുറഞ്ഞ കുടുംബമായിരുന്നു യേശുവിന് ജനിക്കുവാൻ ദൈവം അനുവദിച്ചത്. ജനിക്കുന്ന വീടും കെട്ടിച്ചു ചെല്ലുന്ന വീടും അസൗകര്യങ്ങൾ നിറഞ്ഞതാണ്. സാമ്പത്തിക ഭദ്രതയില്ല. കടം ധാരാളം ഉണ്ടായിരിക്കാം. ഭർത്താവ് കുടിയനായിരിക്കാം. സ്വന്തമായി ഒരു ജോലിയില്ല. വാടക വീട്ടിലായിരിക്കാം താമസം. ശാരീരിക അസുഖങ്ങൾ കാരണം ആശുപത്രി കയറി ഇറക്കമാണ് പ്രധാന ജോലി. മുതലായ കാര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുന്നു. ഇവയെല്ലാം യേശുവിന്റെ ബാല്യകാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലോം നിസ്സാരമാണ്. ദൈവം നമുക്കും ഇവയെ തരണം ചെയ്യുവാൻ ശക്തി നൽകും. യേശുവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു കാരണമുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ദൈവ തിരുമനസ്. അസൗകര്യങ്ങളിലൂടെ കടന്നു വേണം ആത്മീയത ആസ്വദിക്കുവാൻ. ലൂക്ക 2:23-24 വചനങ്ങളിൽ യേശുവിന്റെ മാതാപിതാക്കൾ ദരിദ്രരായതിനാലാണ് എളിയ കാഴ്ച അർപ്പിക്കുന്നത്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണ് അവർ ഈ സമർപ്പണം നടത്തുന്നത്. കാഴ്ചയർപ്പണം കുടുംബത്തിൽ പ്രധാനപ്പെട്ടതാണ്. മക്കളെ ദൈവത്തിന് നാം കാഴ്ചയർപ്പിക്കണം. 4. യേശുവിന് പ്രവാസിയായി ജീവിക്കേണ്ടി വന്നു. കൊല്ലപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നത്. ഒരു വാടക വീടായിരിക്കാം കിട്ടിയത്. പല പ്രാവശ്യം സ്ഥലം മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന്റെയും അംഗങ്ങളുടെയും വേദനകൾ എത്ര വലുതാവാം. ഇന്നും എക്കാലവും വാടക വീട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ ഇടയിൽ കാണാം. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളോ പിടിപ്പുകേടുകളോ സഹോദരന്മാരിൽ നിന്നുള്ള ചതിയോ മൂലമാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്കിൽ പോലും അവിടെയും വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം ഒത്തിരി നന്മകൾ കൊടുക്കുന്നു. യേശു രക്ഷപ്പെട്ടു പോകാതിരിക്കുവാനാണ് ഹെറോദോസ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാനും വിളംബരം ചെയ്തത്. പക്ഷേ യേശുവും കുടുംബവും ദൈവത്താൽ രക്ഷപ്പെടേണ്ടിയിരുന്നു. മത്തായി 2:13
14, 16, 20 തിരുവചനങ്ങൾ. ഇന്നും സ്വന്തം സഹോദരരെയും കുടുംബങ്ങളെയും ദൂരദേശങ്ങളിലേക്ക് അടിച്ചോടിച്ച് അവരുടെ വീതം വസ്തുക്കൾ തട്ടിയെടുക്കുന്നവരെ നാം കാണുന്നുണ്ട്. വീട് വിറ്റുപോയി രക്ഷപ്പെടാൻ സഹായിക്കാതെ സ്ഥലം വിൽപ്പനയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ നാം കണ്ടുമുട്ടാറുണ്ട്. ക്രൂരത അവരും മക്കളും വളരെ ദാരുണമായി അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ട്. പലായനത്തിന്റെ തടസ്സങ്ങളുടെ ദുരിതങ്ങളുടെ പേരിൽ നാം ദൈവത്തെ ശപിക്കരുത്. യേശു നമ്മോടൊപ്പം ഉണ്ട്. ദൈവം നല്ലത് നമുക്കായി കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം അറിയാത്ത ഒന്നും സംഭവിക്കില്ല. ദാരിദ്ര്യം, ജോലിയില്ലായ്മ, വിദ്യാഭ്യാസമില്ലായ്മ, ഉപദ്രവങ്ങള്, ശല്യം, എതിർപ്പ്, ആക്രമണങ്ങള് മുതലായ കാരണങ്ങളാലും പല കുടുംബങ്ങളും ദൂരസ്ഥലത്ത് ആരാലും അറിയപ്പെടാതെ ജീവിക്കുന്നുണ്ടാവാം. പ്രവാസികളായി ജീവിക്കേണ്ടി വന്നേക്കാം. ദൈവത്തിന്റെ തൃക്കരങ്ങൾ അവരുടെ മേൽ ഉണ്ടായിരിക്കും. പ്രാർത്ഥിച്ച് ദൈവവിശ്വാസത്തിൽ കഴിയുന്നവർക്ക് ദൈവം വേണ്ടതെല്ലാം ചെയ്തു തരും. 5. ശൈശവവും ബാല്യവും പ്രവാസ സ്ഥലത്ത് കഴിച്ചുകൂട്ടിയ ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയാണ് നസ്രസിലെ കുടുംബം. തിരിച്ചുള്ള യാത്രകളിലും കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുരിതങ്ങൾ, അസൗകര്യങ്ങൾ, അസ്വസ്ഥതകൾ ഇവ കുടുംബം അനുഭവിക്കേണ്ടി വന്നു. നിയമപ്രകാരം എല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം സ്വന്തം നഗരമായ ഗലീലിലേക്കാണ് അവർ തിരിച്ചു വന്നത്. ലൂക്ക 2:39. നസ്രസുകാരനെ അവർ തിരിച്ചറിയുന്നില്ല. ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞു, നസ്രസുകാരനായ യേശു എന്നയാളെ ഞാൻ കണ്ടു. അപ്പോൾ നഥാനിയേൽ പറഞ്ഞു, നസ്രസിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഒരു നന്മയും കാണാതിരുന്ന നസ്രസിലാണ് യേശു വളർന്നത്. നമ്മുടെയും ബാല്യകാലം ദുരിതം പിടിച്ചതും അംഗീകരിക്കപ്പെടാത്തതും ദാരിദ്ര്യം നിറഞ്ഞതും തെറ്റിദ്ധാരണകളുള്ളതും സുഖസൗകര്യങ്ങളില്ലാത്തതുമാകാം. വലിയ വ്യക്തികളുടെയും കോടീശ്വരന്മാരുടെയും ജീവിത പശ്ചാത്തലം വളരെ ചെറുതോ പ്രതികൂലമോ ആയിരുന്നിരിക്കാം. ദൈവാനുഗ്രഹത്താൽ പടിപടിയായി അവർ ഉയർന്നു വന്നു. യേശുവിനെ പോലെ നമുക്കും എല്ലാ സാഹചര്യങ്ങളെയും അനുഗ്രഹപ്രദമാക്കാം. ഓരോരുത്തരും തങ്ങളുടെ കടമകൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും പ്രത്യാശ വെച്ചുകൊണ്ടും നിറവേറ്റുമ്പോൾ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവും. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകള്, അശരീരികള് ശ്രദ്ധിച്ച് ജീവിക്കുന്നവരാവണം നാം. 6. യേശുവിന്റെ വളർത്തുപിതാവ് യൗസേപ്പ് നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നുവെന്ന് പറയപ്പെടുന്നു. മത്തായി 13:54-55 വചനം. സിനഗോഗിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനം വിസ്മയഭരിതരായി ചോദിക്കുകയാണ്, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ അവന്റെ അമ്മ? സഹോദരങ്ങളെയും നമുക്കറിയാം. ഈ സമയത്ത് യൗസേപ്പ് മരിച്ചിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാത്തത്. പുതിയ നിയമത്തിൽ ഒരിടത്തും യൗസേപ്പിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. യൗസേപ്പ് തന്റെ കടമ നിർവഹിച്ചിട്ട് രംഗത്തു നിന്നും മാറി. ഈ ലോക ജീവിതത്തിൽ നമുക്കും ചില കടമകൾ നിർവഹിക്കുവാനായിട്ടുണ്ട്. ശേഷം നമ്മൾ മക്കൾക്ക് ദൗത്യവും കടമകളും കൈമാറിയിട്ട് പോകുന്നു. 4 തലമുറ കഴിഞ്ഞാലും മക്കളുടെ ജീവിതം വസ്തു, പണം, ഓഹരി, ഒരു നയാ പൈസ പോലും നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്ന കാരണവന്മാരെ ചിലയിടങ്ങളിൽ നാം കാണാറുണ്ട്. അതിന്റെ പരിണിത ഫലങ്ങളും നാം മനസ്സിലാക്കാറുണ്ട്. സ്വാർത്ഥതയും അനീതിയും അക്രമവും വെടിഞ്ഞ ഒരു കുടുംബജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം. 7. യേശുവിന് സ്വന്തമായി ഭവനമോ കുടുംബമോ ഇല്ലായിരുന്നു. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. മത്തായി 8:20. യേശുവിനെ സംശയത്തോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത്. ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവ മാത്രമാണ് അവനുള്ളത്. നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിലും വിധവകളെയും കുഞ്ഞുങ്ങളെയും നമുക്കറിയാം. എത്ര കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം, ദാരിദ്ര്യം, സുരക്ഷിതത്വമില്ലായ്മ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, അയൽവാസികളുടെ സംശയദൃഷ്ടിയോടെയുള്ള നോട്ടം, കുറ്റപ്പെടുത്തലുകൾ മുതലായവ. യേശുവിന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. അത്രയ്ക്ക് എളിയ സാഹചര്യത്തിലായിരുന്നു യേശു ജീവിച്ചത്. യേശുവിന് ഇതൊന്നും അസൗകര്യങ്ങൾ ആയിരുന്നില്ല. യേശു തന്റെ കടമകളും ദൗത്യവും നിർവഹിക്കുവാൻ ബദ്ധശ്രദ്ധനായിരുന്നു. ഇന്ന് നാം കുടുംബത്തിൽ പലതരത്തിലുള്ള പരാതികൾ ഉന്നയിക്കാറില്ലേ? അടുക്കളയിൽ സഹായിക്കുവാൻ ജോലിക്കാരില്ല, സ്മാർട്ട് ഫോണില്ല, ലാപ്ടോപ്പില്ല, ജോലിയില്ല, സ്വന്തമായി വീടില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, വിലയേറിയ വസ്ത്രശേഖരം ഇല്ല, തോട്ടങ്ങളില്ല, വരുമാന മാർഗം
ങ്ങളില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ പരാതികളും പരാധീനതകളും. യേശുവിൽ കണ്ണു നട്ടുകൊണ്ട് നമുക്ക് എന്ന് ജീവിക്കാനാവണം. 8. യേശുവിന് സ്വബോധം നഷ്ടപ്പെട്ടുവെന്ന് വിചാരിച്ച് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകുവാൻ ശ്രമിച്ചു. മർക്കോസ് 3:20-21. യേശുവിനെ സംശയത്തോടെയാണ് അവർ വീക്ഷിച്ചിരുന്നത്. ചില വിധവകളെ ചിലരൊക്കെയെങ്കിലും സംശയത്തോടെ വീക്ഷിക്കാറുണ്ട്. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ചാലും മക്കളെ വളർത്തിയാലും സമ്പത്തുണ്ടാക്കിയാലും അവരെ ചിലരൊക്കെ വേശ്യയായി കാണാറുണ്ട്. നമുക്ക് അസൂയയാണ്. ഭാര്യ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ചും ചിലർ ഈ വിധം സംശയിക്കാറുണ്ട്. 9. നിയമജ്ഞർ യേശുവിന് പിശാചബാധയുണ്ടെന്ന് പ്രചരിപ്പിച്ചു. മർക്കോസ് 3:22. പിശാചിന്റെ തലവനെ കൊണ്ടാണ് അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അവന് പിശാച് ബാധിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ജനങ്ങളുടെ മേലുള്ള യേശുവിന്റെ സ്വാധീനം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പ്രചരിപ്പിച്ചത്. സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ കുറിച്ചും നമ്മളിങ്ങനെ പറയാറില്ലേ? അവർക്ക് അവരുടെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്താൽ പോരെ? അവരെന്തിനാണ് വീടും കുടുംബവും ഉപേക്ഷിച്ച് നാട് നന്നാക്കാൻ നടക്കുന്നത്? സമൂഹത്തിൽ ചിലർക്ക് നില അഭിവൃദ്ധിപ്പെടുമ്പോഴും സ്വാധീനവും ജനസമ്മതിയും ഏറി വരുമ്പോഴും നാം ഇങ്ങനെ അസൂയപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറില്ലേ? പകരം യേശുവിനെ പോലെ നന്മ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ജീവിതം ചിലവഴിക്കണം. 10. യേശുവിനെ കേൾവിക്കാർ പരിഹസിച്ചു. മത്തായി 13:57-58 വചനങ്ങൾ. യഹൂദർക്ക് യേശുവിൽ ഇടർച്ചയുണ്ടായി. അപ്പോൾ യേശു പറഞ്ഞു, പ്രവാചകൻ സ്വഭവനത്തിലും സ്വദേശത്തും അല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം കണ്ട് യേശു അധികം അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്രകാരം സംഭവിക്കാറുണ്ട്. ഒരാൾ നന്മ ചെയ്യുമ്പോൾ, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ, വിശ്വാസത്തിൽ വളരുമ്പോൾ, കൗദാശിക ജീവിതം നയിക്കുമ്പോൾ അസൂയയും അഹങ്കാരവും ധിക്കാരവും ഉള്ളവർ നല്ല മനുഷ്യരെ പുച്ഛിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. നന്മയെ ആശ്ലേഷിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും നമ്മൾ തയ്യാറാവും. യേശുവിനുണ്ടായിരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ പോലെ തന്നെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിലും സമാന പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും. യേശു തന്റെ ജോലിയിൽ നന്മയിൽ ശ്രദ്ധിച്ചു. യേശു തന്റെ ദൗത്യം പൂർത്തിയാക്കി. ആത്മാവിനാൽ നിറഞ്ഞ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി. മറ്റുള്ളവരുടെ അന്യായമായ വിമർശനങ്ങളെയും ആക്രമണങ്ങളെയും സംശയങ്ങളെയും കുറ്റം വിധിക്കലിനെയും വകവെച്ചിൽ ചെവി കൊടുത്തതുമില്ല. യേശുവിനെ പോലെ നമുക്കും പ്രവർത്തിക്കാം, ജീവിക്കാം. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സധൈര്യം മുന്നേറാം. യേശുവിനെ അപായപ്പെടുത്താനും അപകടത്തിൽപ്പെടുത്താനും യഹൂദർ ശ്രമിച്ചു. പതറാതെ ഭയപ്പെടാതെ ദൈവനിയമങ്ങൾ നമുക്കും പാലിക്കാം. 11. ശത്രുക്കളുടെ ചതിയിലൂടെ യേശു കടന്നു പോകേണ്ടി വന്നു. ചതിയിൽ കുടുക്കി കൊല്ലുവാനുള്ള ആലോചനയാണ് യഹൂദർ നടത്തിയത്. മർക്കോസ് 14:1-2. നമ്മുടെ സഹോദരന്മാരും അയൽവാസികളും മായ ചിലരൊക്കെ ഇപ്രകാരം ചതിയിൽ കുടുക്കി നമ്മെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവങ്ങൾ പലതും നാം വായിച്ചിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയും അഹങ്കാരത്താലും അധികാരത്തിനു വേണ്ടിയും മനുഷ്യർ ഇപ്രകാരം ചെയ്യുന്നുണ്ട്. കുറ്റാരോപണങ്ങളിലൂടെയും ഏഷണിയിലൂടെയും നുണ പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ പേരും പെരുമയും ജീവിതവും നാം നശിപ്പിക്കാറില്ലേ? 12. യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. അപ്പസ്തോല പ്രമുഖരിൽ ഒരാൾ, ശിഷ്യന്മാരിൽ ഒരാൾ, യേശു സ്നേഹിച്ചു വിളിച്ച് ചേർത്തവരിലെ ഒരുവൻ ഒറ്റിക്കൊടുക്കുകയാണ് ഉണ്ടായത്. യേശു പറഞ്ഞു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നോടൊപ്പം പാത്രത്തിൽ കൈമുകുന്നവൻ തന്നെ. മർക്കോസ് 14:18-20 വചനങ്ങൾ. യൂദാസ് വിചാരിച്ചു കാണും വെള്ളിക്കാശ് തനിക്ക് കിട്ടും, യേശു രക്ഷപ്പെട്ടുകൊള്ളുമെന്ന്. എങ്കിലും ഒറ്റിക്കൊടുക്കുവാൻ അവൻ തക്കം പാർത്തിരുന്നു. അനുയായികൾക്കെല്ലാം യൂദാസ് ഒരപമാനമായി തീർന്നു. യൂദാസിന്റെ ഈ കൊടും ചതി യേശുവിനൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ചതിയായി. നമ്മുടെ ജീവിതത്തിലും ചതികൾക്കിരയായിട്ടില്ലാത്തവരില്ല. സ്നേഹിച്ചു പോറ്റി വളർത്തിയ മക്കൾ, ഒളിച്ചോടുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ ചതി, രാഷ്ട്രീയ വഞ്ചനകളും കൊലപാതകങ്ങളും കുടുംബവഴക്കും ചതികളും, അങ്ങനെ പലതരത്തിലുമുള്ള ചതികൾ നമുക്ക് അന്യമല്ല. യേശു പറഞ്ഞു, യേശുവിന്റെ രാജ്യം ഐഹികമല്ല. യേശു ജനിച്ചത് രാജാവായിരിക്കുവാനാണ്. യേശു വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാനാണ്. യേശുവിന്റെ സ്വരം സത്യത്തിൽ നിന്നുള്ളവർ മാത്രം കേൾക്കുന്നു. യോഹന്നാൻ 18:36-38 വരെ. സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ ചിലരെങ്കിലും അനുഭവിച്ചിട്ട് ഉണ്ടാവും. നാം ജീവിക്കുന്നതും ജീവിക്കേണ്ടതും നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിനും ദൈവേഷ്ടത്തിനും വേണ്ടിയാണ്. ഈ ബോധ്യത്തിൽ വേണം നാം ജീവിക്കുവാൻ. പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയണം, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കുറ്റാരോപണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും ഉത്തരം പിതാവ്
പിതാവായ ദൈവം ക്രിസ്തുവിൽ ആത്മാവ് വഴി നമുക്ക് നൽകും. എല്ലാറ്റിൻ്റെയും ഉത്തരം ആത്മാവായ ദൈവം തന്നെ. 13. ആവശ്യ നേരത്ത് എല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ചു പോവുകയാണ് ഉണ്ടായത്. മർക്കോസ് 14:50-52 വരെ. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു. പട്ടാളക്കാർ യേശുവിനെ ബന്ധിക്കുന്നു. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു. അവസാനം ആ യുവാവും ഉടുതുണി ഉപേക്ഷിച്ച് ഭീതിയിൽ ഓടിപ്പോകുന്നു. യേശു ഒറ്റപ്പെടുത്തലിന്റെ വേദന അനുഭവിക്കുന്നു. സമൂഹത്തിലും കുടുംബത്തിലും ജോലിസ്ഥലത്തും നാം ഒറ്റപ്പെടുത്തലുകൾ അനുഭവിക്കാറുണ്ട്. ഇന്ന് ക്രൈസ്തവരായതിന്റെ പേരിൽ എല്ലാ രംഗങ്ങളിലും പുച്ഛവും ഒറ്റപ്പെടുത്തലും നാം അനുഭവിക്കുന്നു. ഈശോയുടെ കുരിശോട് ചേർത്ത് ഇവ നാം കാഴ്ചവെക്കണം. വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ദുസ്സഹമായ വേദന ഉളവാകാറുണ്ട്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 14. അന്നാസ്, കയഫാസ്, പീലാത്തോസ്, ഹെറോദോസ് എന്നീ കോടതികളിൽ യേശു വിസ്തരിക്കപ്പെട്ടു. യോഹന്നാൻ 18:33. നീ യഹൂദരുടെ രാജാവാണോ? കുറ്റാരോപണങ്ങളെല്ലാം അസത്യങ്ങളായിരുന്നു, ചതിയായിരുന്നു. യേശുവിനെ എങ്ങനെയും വധിക്കുവാൻ 4 കോടതികളും പണ്ടേ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യം അറിയുവാമില്ലാത്ത കോടതികളായിരുന്നവ. യജമാനന്മാരുടെ അധികാരം നഷ്ടപ്പെടുത്താതെ അവർ അസത്യത്തിന് കൂട്ടുനിന്നു. ആയതിനാൽ ഈ 4 കോടതികളിലും വിസ്തരിക്കപ്പെടുക ഭയാനകമായ അനുഭവം തന്നെ. ഇന്നും ഇതുപോലെയൊക്കെ സംഭവിക്കുന്നില്ലേ? നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഇപ്രകാരം സംഭവിക്കുന്നത് കാണാം. നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. കുറ്റം ചെയ്ത് ജീവിക്കുന്നവർ പലപ്പോഴും രക്ഷപ്പെടുമ്പോൾ നീതി നിഷേധമാണ് നടക്കുന്നത്. ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷയും വലിയ തെറ്റുകൾക്ക് ശിക്ഷയും ചിലപ്പോൾ കാണാം. യേശുവിനെ കയഫാസിന്റെ കൊട്ടാരത്തിലെ ജയിലിൽ ഇരുട്ടറയിൽ ഒരു രാത്രി മുഴുവൻ അടച്ചിട്ടിരുന്നു. ആ തിക്താനുഭവത്തിന്റെ വേദന എത്ര വലുതായിരിക്കും! സത്യം പറഞ്ഞതിന്റെ പേരിൽ, പ്രവർത്തിച്ചതിന്റെ പേരിൽ സമൂഹത്തിലും കുടുംബത്തിലും എക്കാലവും ഇരുട്ടറയിൽ കഴിഞ്ഞവരുണ്ട്. ഒറ്റപ്പെടുത്തപ്പെട്ടവരായി, കുറ്റാരോപിതരായി, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായും ഒഴിവാക്കപ്പെട്ടവരായി കഴിയേണ്ടി വന്നവരുണ്ട്. 16. ഒരു കുറ്റവും യേശുവിന്റെ മേൽ ചുമത്താൻ സാധിച്ചില്ലെങ്കിലും യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. യോഹന്നാൻ 19-ാം അധ്യായം വായിക്കുക. ഒരേ കാലയളവിൽ അൽമായ സഹോദരങ്ങള്, സന്യാസികള്, സുവിശേഷ പ്രഘോഷകര്, പുരോഹിതര് ഇവരെല്ലാം തന്നെ സുവിശേഷത്തിനായി സുവിശേഷ വേലയുടെ പശ്ചാത്തലത്തിൽ ഉപദ്രവിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും കുറ്റം ആരോപിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യേശുവിനോട് താതാമ്യം പ്രാപിച്ച് യേശുവിനെ പോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വലിയ അർത്ഥവും ഫലവും ഉണ്ട്. 17. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നു. ഇവിടെയും യേശു നന്മ പ്രവർത്തിക്കുകയാണ്. നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. അമ്മയ്ക്ക് മകനായി യോഹന്നാനെ നൽകി. യോഹന്നാന് അമ്മയായി പരിശുദ്ധ മറിയത്തെ നൽകി. പാർശ്വം പിളർന്ന രക്തവും വെള്ളവും ഈ ലോക ജനങ്ങൾക്കായി നൽകി. തന്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിച്ചു. അവസാന നിമിഷത്തിലും ദൈവമക്കൾക്കായി അവിടുന്ന് ദാഹിച്ചു. യേശു തരണം ചെയ്ത പോലെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങളെയും സഹനങ്ങളെയും നമുക്കും തരണം ചെയ്ത് സത്യത്തിനായി ജീവിക്കാം. കഷ്ടതകൾ, സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ദുരിതങ്ങൾ ഇവയെല്ലാം ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ അവരവരുടെ വിളിവസ്ഥയും അനുസരിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവിടെയെല്ലാം ദൈവം ഇടപെടാൻ നാം അനുവാദം നൽകിയാൽ മതി. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നാം വായിച്ചു മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. നിധി മൺപാത്രങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഞെരുക്കപ്പെടുന്നെങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിക്കപ്പെടുന്നെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ക്ലേശങ്ങളുടെ ഫലം മഹത്വം നൽകുന്നു. 2 കൊറിന്തോസ് 4:7-17 വരെ. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. മഹത്വീകരണത്തിലേക്കുള്ള പാതയാണ് ക്രൈസ്തവ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ. ലക്ഷ്യബോധം പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് നൽകും. സത്യത്തിൽ അലിഞ്ഞു ചേർന്ന് നിത്യജീവൻ അനുഭവിക്കുകയാണ് ഒരു ക്രൈസ്തവന്റെ ജീവിത ലക്ഷ്യം. യേശു അനുഭവിച്ച പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കട്ടെ. സത്യത്തിനു വേണ്ടി ജീവിക്കുവാനും നിലകൊള്ളുവാനും നമ്മെ സഹായിക്കട്ടെ. യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടട്ടെ. യേശുവിനെ പോലെ പിതാവായ ദൈവത്തെ മറ്റെല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് പ്രാപ്തി ലഭിക്കട്ടെ. നിന്റെ സ്നേഹവികാരങ്ങൾ ശാന്തമാണെങ്കിൽ നിന്റെ വിധികളും ശാന്തമായി. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, ഭക്തജീവിത പ്രവേശിക, 3-ാം ഭാഗം, പുസ്തകം 22.